നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി. അനധികൃതമായി ഒഴിവാക്കിയാൽ കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശം. വാദത്തിനിടെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ. മരിച്ചെന്ന പേരിൽ ഒഴിവാക്കിയ വോട്ടറെ ഹാജരാക്കി പൗരാവകാശ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്. വോട്ടർ പട്ടിക പരിഷ്കരണം പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. 124 വയസ്സുകാരി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതുയർത്തി പ്രതിഷേധം. തൃശൂരിലേക്ക് വോട്ട് മാറ്റിയതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. പോലീസ് നടപടി കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പരാതിയിൽ. സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ടുകൾ മാറ്റിയത് നിയമവിരുദ്ധമെന്ന് പരാതി. MP-യുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് CPIM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ജനാധിപത്യ വിരുദ്ധമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നാളെ BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തൃശൂരിൽ വോട്ട് ക്രമക്കേട് ആരോപണം കടുക്കുന്നു. RSS നേതാവ് ഷാജി വരവൂരിനും കുടുംബത്തിനും തൃശൂരിലും ആലത്തൂരിലും വോട്ടെന്ന് രേഖകൾ. തൃശൂരിൽ വോട്ട് 37-ാം ബൂത്തിലും ആലത്തൂരിൽ 11-ാം ബൂത്തിലും. വോട്ട് ചെയ്തത് ആലത്തൂരിൽ മാത്രമെന്ന് ഷാജി വരവൂർ കേരള വിഷൻ ന്യൂസിനോട്. തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. വിഭജന ഭീതി ദിനാചരണം സർക്കുലറിൽ വിവാദം തുടരുന്നു. കോളേജുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം പിൻവലിച്ച് കേരള സർവകലാശാല. പരിപാടി നടത്തുന്നത് കോളേജുകൾക്ക് തീരുമാനിക്കാമെന്ന് കോളേജ് വികസന സമിതി. ഗവർണറുടെ നിലപാട് അംഗീകരിക്കില്ലെന്ന മന്ത്രി R ബിന്ദു. ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്ന് മന്ത്രി P രാജീവ്. ദേശീയപാതാ നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഉപകരാർ നൽകുന്നതിൽ വ്യാപക അഴിമതിയെന്ന് കണ്ടെത്തൽ. CAG ഓഡിറ്റ് അടിയന്തരമായി നടത്തണമെന്ന് PAC ചെയർമാൻ KC വേണുഗോപാൽ. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ജീവനൊടുക്കിയതിൽ NIA അന്വേഷണം വേണമെന്ന് അമ്മ. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും കത്തയച്ചു. പ്രതിക്കെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളെന്ന് കത്തിൽ. ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ നടപടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ലോക്സഭാ സ്പീക്കർ നിയോഗിച്ചു. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറാണ് സമിതി അധ്യക്ഷൻ. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ജീവനക്കാർ ശമ്പളം ചോദിച്ചെത്തിയത് സംഘർഷത്തിനിടയാക്കി. വിവിധ പദ്ധതികളുടെ